മാറ്റത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. BPL പൊളിറ്റിക്സ് എന്താണെന്ന് വിചിന്തനം ചെയ്യാൻ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. BPL ബിലോ പോവർട്ടി ലൈൻ, അതുപോലെ APL എബോവ് പോവർട്ടി ലൈൻ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ സർക്കാർ തന്നെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പല സ്കീമുകളും പ്രോജക്റ്റുകളും ദാരിദ്ര്യരേഖയ്ക്ക് അല്ലെങ്കിൽ BPLകാർക്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നുണ്ടോ? രാജീവ് ഗാന്ധിയുടെ ഒരു വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ പാവപ്പെട്ടവന് വേണ്ടി 100 രൂപ ചിലവാക്കിയാൽ അതിൽ വെറും 16 രൂപ മാത്രമേ അർഹിക്കുന്നവൻ്റെ കയ്യിൽ എത്തുന്നുള്ളൂ. അതായത് ബാക്കി 84% തുകയും മറ്റു പല ഇടനിലക്കാർ വഴി സർക്കാരിന് നഷ്ടമാകുകയാണ്. അഥവാ ഈ സ്കീമുകളെ ചുറ്റിപ്പറ്റി പല ചീങ്കണ്ണികളും ഇടനിലക്കാരും ജീവിക്കുന്നു. അവിടെയാണ് സർക്കാരിൻ്റെ പരാജയം. അരവിന്ദ് കെജ്രിവാൾ തൻ്റെ സ്വരാജ് എന്ന പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിക്കുകയുണ്ടായി. സർക്കാർ പാവപ്പെട്ടവന് വേണ്ടി ചെലവാക്കുന്ന ഈ തുക എന്തുകൊണ്ട് ഓരോ ഗ്രാമത്തിനും നേരിട്ട് നൽകിക്കൂടാ? ആ ഗ്രാമത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അത് എങ്ങനെ വിഭജിക്കണം, എവിടെ ചെലവാക്കണമെന്ന്. അപ്പോൾ ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ മറുപടി വളരെ രസാവഹവും ചിന്തനീയവുമാണ്. അതായത് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കുള്ള പിന്തുണ പലരും പിൻവലിക്കും. നമ്മുടെ പാർട്ടിയെ നിലനിർത്തുന്ന പല ഇടനിലക്കാരും അലിഗേറ്റേഴ്സ് ദേ ഡിപ്പെൻഡ് ഓൺ ദി സ്കീംസ്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, സാമ്പത്തിക സംവരണം ആവശ്യമാണോ? പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ജാതി സംവരണമല്ല സാമ്പത്തിക സംവരണമാണ് വേണ്ടത്. എന്നാൽ അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. ബാർബറിൻ്റെ മകൻ എന്നും ബാർബറായിരിക്കണം, അല്ലെങ്കിൽ തോട്ടിപ്പണിക്കാരൻ്റെ മകൻ എന്നും തോട്ടിപ്പണിക്കാരനായിരിക്കണം. ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥിതി നിലനിന്നൊരു സമൂഹമായിരുന്നു ഭാരതത്തിലേത്. അതുകൊണ്ട് തന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന പലരുമുണ്ട്. ഇവരെ സമൂഹത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്, സർക്കാർ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ലക്ഷ്യമാക്കി പല സംവരണങ്ങളും നമ്മൾ നൽകുന്നുണ്ട്, സർക്കാർ നൽകുന്നുണ്ട്. നമ്മുടെ ഭരണഘടന തന്നെ അത് വിവരിക്കുന്നുമുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാമ്പത്തികം മാത്രം ലക്ഷ്യമാക്കി സംവരണം നൽകുമ്പോൾ നടക്കുന്ന മറ്റൊരു പോരായ്മ, സർക്കാർ സ്കീമുകൾ BPLകാരെ ലക്ഷ്യമാക്കി നടത്തുമ്പോൾ എന്നും BPL ആയിരിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നൊരവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടി BPL സ്കീം കൂടുതൽ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ കൂടുതൽ ആളുകളെ BPL സ്കീമിലോട്ട് പെടുത്തുകയും ചെയ്യുന്നു, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഒരാൾ BPL ആണെങ്കിൽ അല്ലെങ്കിൽ BPL സ്കീമിൽ ചേർക്കപ്പെട്ട ഒരാൾ എപ്പോഴും BPL തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ ഒരിക്കലും പണിയെടുത്ത് അധ്വാനിച്ച് APLലോട്ട് കടന്നു വരാൻ, ദാരിദ്ര്യരേഖ മുകളിലോട്ട് വരാൻ അയാൾ ആഗ്രഹിക്കാത്തൊരവസ്ഥയാണ്. സർക്കാർ സൗജന്യം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, സർക്കാർ സൗജന്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി അയാൾ എന്നും ദരിദ്രനായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. അതൊരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുകയാണ്. മറ്റൊരു അപകടം, യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ച് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരാൾ, അയാൾ നൽകുന്ന നികുതി ഉപയോഗിച്ച് ഒരു അലസമായ സമൂഹത്തെ തീറ്റിപ്പോറ്റാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ BPL പൊളിറ്റിക്സ് പലപ്പോഴും സമൂഹത്തിന് ദോഷകരമാണ് എന്നതാണ് എൻ്റെ. സർക്കാർ ഓരോ പൗരൻ്റേതുമാണ്. ഇപ്പോൾ പല സർക്കാർ സേവനങ്ങളും സൗജന്യങ്ങൾ ഡൽഹി സർക്കാർ നൽകുന്ന ചില സൗജന്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അത് വൈദ്യുതി സൗജന്യമായിട്ട് നൽകുക, അഥവാ കുടിവെള്ളം സൗജന്യമായിട്ട് നൽകുക. ഇതൊക്കെ അവിടെയുള്ള ഓരോ പൗരനും അതുകൊണ്ട് ഗുണം കിട്ടുകയാണ്. ഇത് ഒരു കാറ്റഗറിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സാമ്പത്തികം അടിസ്ഥാനമാക്കിയല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസവും സ്കൂളും ആശുപത്രിയും നിർമ്മിക്കുക വഴി അവിടെയുള്ള ഓരോ പൗരനും ഓരോ കുടുംബത്തിനും അതിൻ്റെ ഗുണം കിട്ടുകയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്ത്രീകൾക്ക് അവിടെ യാത്രാ സൗജന്യം, അത് ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? അവിടെയുമുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്ന ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമാണ്. അമ്മയുണ്ട്, മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഇവരൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതായത് കുടുംബ ബഡ്ജറ്റ് അവിടെ ചുരുക്കപ്പെടുകയാണ്. അതായത് എല്ലാ കുടുംബത്തിനും അത് ലഭ്യമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്കീമുകൾ സർക്കാർ നൽകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഈ സർക്കാർ സേവനം നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും നികുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ബേസിക് സാധനങ്ങൾ മേടിക്കുമ്പോൾ പോലും അതിൽ നികുതി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി നമുക്ക് തന്നെ സർക്കാർ തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സേവനങ്ങൾ സൗജന്യമായിരിക്കണം. അത് യഥാർത്ഥത്തിൽ സൗജന്യമല്ല, നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് അത്
സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് സർക്കാർ ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമതും അതിന് കാശ് മേടിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാർ മറ്റ് പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ കേരള സർക്കാർ ആയിക്കോട്ടെ, മറ്റ് പല സംസ്ഥാനങ്ങളിലും വൈദ്യുതിക്ക് ചാർജ് മേടിക്കുന്നു. വിദ്യാഭ്യാസം നമുക്ക് നല്ല നിലവാരമുള്ള സ്കൂളില്ലാത്തത് കൊണ്ട് പലപ്പോഴും സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. പലപ്പോഴും കുടിവെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നു. ഇതെല്ലാം സർക്കാർ ചെയ്യുമ്പോൾ അതിന് രണ്ടാമത് പൈസ മേടിക്കുമ്പോൾ അത് ഡബിൾ ചാർജാണ്, അഥവാ ഈ ഇരട്ടി ചാർജ് മേടിക്കുന്ന ഒരു അവസ്ഥയാണ്. അഥവാ സർക്കാർ തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം കരുതാൻ.